പല യങ്സ്റ്റേഴ്സിൻ്റെയും ഒരു സ്വപ്നമാണ് SSC അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് എന്നുള്ളത്. ഈ ഒരു സ്വപ്നം ഫ്ലൈയിങ് കളേഴ്സോട് കൂടി നേടിയ ഓൾ ഇന്ത്യ റാങ്ക് 1 നേടിയ സായി വിഘ്നേഷ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. എജുബിയുടെ അഭിമാനമായ സായി വിഘ്നേഷിന് ഫസ്റ്റ് ഓഫ് ഓൾ ഹാർട്ടി കൺഗ്രാറ്റ്സ് ആൻഡ് വെൽക്കം. സായി ഡിഗ്രി ചെയ്തതാണെങ്കിൽ BSc ജോഗ്രഫിയിലും അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് MSc ജോഗ്രഫിയിലും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം എന്തുകൊണ്ടാണ് SSC എന്നുള്ളൊരു ഫീൽഡിലോട്ട് ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്? എന്താണ് മോട്ടിവേറ്റ് ചെയ്ത ഫാക്ടേഴ്സ്? അപ്പോൾ പ്രധാനമായിട്ട് ഇപ്പം 2020 MSc കഴിയുന്നത്. അപ്പോൾ കൊറോണ ടൈം ഒരു 1-2 വർഷം നമുക്കിതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. കാരണം പുറത്തുനിന്ന് ഇറങ്ങാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം എന്ത് ചെയ്യണം എന്നുള്ള രീതിക്ക് വന്നപ്പോൾ എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എക്സാം കയറണം. ഐ മീൻ ഒരു ഹോം മിനിസ്ട്രി ഏതെങ്കിലും ഒരു നല്ലൊരു മിനിസ്ട്രി സെൻട്രൽ ഗവൺമെൻറ് തന്നെ കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ എസ്പെഷ്യലി ഞാൻ നോക്കിയത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണം, അതായത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൽ റിലേറ്റഡ് ആയിട്ട് അതിൽ പോസ്റ്റ് പോകണമെന്നാണ് താല്പര്യം. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ CGL എക്സാം കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമാണ് മെയിനായിട്ട് ഇതിൽ വലിയ ലെവൽ 7 എന്നുള്ള പോസ്റ്റിലോട്ട് പോകാൻ പറ്റുന്ന ഒരു വലിയൊരു ഇതുള്ള എക്സാം ഉള്ളത്. അപ്പോൾ അതിനാണ് ഇനിഷ്യലി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ 2 വർഷം വർക്ക് കഴിഞ്ഞിട്ട് ഒരു 2023 ഓൺവേർഡ്സ് ഇതിൻ്റെ CGL എക്സാം പ്രിപ്പയർ ചെയ്യാം എന്നുള്ള രീതിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് ഈ എജുബി എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം പറഞ്ഞു വരുന്നത്. അപ്പോൾ എനിക്ക് ഓഫ്ലൈൻ ജോയിൻ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തത്. കാരണം ഓഫ്ലൈനിലുള്ള പേയ്മെൻറ്റ് എനിക്ക് ഇനിഷ്യലി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫ്ലൈൻ ജോയിൻ ചെയ്യാണ്ട് ഓൺലൈൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ നല്ല ഈസി ആയിരിക്കും. സൈഡ് ബൈ എനിക്ക് വർക്കും ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിക്കാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം സ്റ്റാർട്ട് ചെയ്ത് പഠിച്ച് കഴിഞ്ഞ് ഒരു ലെവൽ വന്നപ്പോഴാണ് ഈ 2024 ഈ MSc ജോഗ്രഫി എന്ന് ഞാൻ ഡിഗ്രി പഠിച്ചത് BSc ജോഗ്രഫിയാണ്. അത് കഴിഞ്ഞിട്ട് MSc ജോഗ്രഫി, ഈ MSc ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് ഒരു പോസ്റ്റ് വിളിക്കുന്നത്. അപ്പോൾ എനിക്കത് നല്ല രീതിക്ക് ഒരു ഓൾ ഇന്ത്യ ഒറ്റ വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കിട്ടുമോ ഇല്ലെന്നൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പേഴ്സണലി. അപ്പം എജുബിയിൽ അവർ പറയുന്നുണ്ട് ഇല്ല അപ്ലൈ ചെയ്തോളൂ കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് ഇനിഷ്യലി 2024 ഒരു സൈഡിൽ ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അവർ ചോദിക്കും. അതിന് അപ്ലൈ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ഈ ഒരു എക്സാം 2024 എഴുതി ക്ലിയർ ചെയ്യുന്നത്. അപ്പം ഈ BSc ജോഗ്രഫി MSc ജോഗ്രഫി ഈ സബ്ജക്റ്റ് ഓറിയൻറ്റഡായിട്ട് പഠിച്ചതുകൊണ്ട് ഇങ്ങനൊരു എക്സാം ഉള്ളതെന്നുള്ളത് ആ സമയത്ത് അറിയുന്നത്. ഈ എക്സാം പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നിന്ന് ജേണി പകുതി ആയതിനു ശേഷമാണ് അറിയുന്നത്. അപ്പോൾ മെയിനായിട്ട് CGL ഫോക്കസ് ചെയ്താണ് പ്രിപ്പറേഷൻ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കപ്പോൾ CGL എക്സാം പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ പറ്റും, ഹൈ ലെവൽ എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലത്തെ എക്സാംസൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സെലക്ഷൻ പോസ്റ്റ് എക്സാം, CEHSL, MTS എക്സാം, GD എക്സാംസ്, അതുപോലെ ബാക്കി വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എക്സാംസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ട്രിവാൻഡ്രത്തെ ബാലരാമപുരം എന്ന സ്വദേശത്ത് നിന്നും SSC റാങ്ക് 1 ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആകുന്ന, മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഞങ്ങൾക്കും ഇത് പറ്റും എന്നുള്ള ഒരു വിശ്വാസം കൊടുക്കുന്ന ഒരു കാര്യമാണ്. സായിക്ക് എന്താണ് മോട്ടിവേഷനായിട്ട് നിന്നത്? മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി അങ്ങനെ ആരും ഇല്ല. അപ്പം എൻ്റെ അച്ഛൻ്റെ സൈഡ് എടുത്താലും ഉണ്ട്, ഡയറക്റ്റ് ലിങ്കുള്ള ആരും അങ്ങനെ ഇല്ല. അമ്മയുടെ സൈഡിൽ അങ്ങനെ ആരുമില്ല. അപ്പോൾ എനിക്കൊരു ഗവൺമെൻറ് ജോലി, അതും സെൻട്രൽ ഗവൺമെൻറ് തന്നെ കയറണം എന്നുള്ളത് ഒരു വാശിയായിട്ട് ഇനിഷ്യലി ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതും പർട്ടിക്കുലറായിട്ട് ഇഷ്ടംപോലെ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ ജോയിൻ ചെയ്യണം എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അതിൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് 2 പോസ്റ്റ് നോക്കിയതായിരുന്നു. അത് കസ്റ്റംസ് റിലേറ്റഡ് ആയിട്ട് പോയായിരുന്നു. അതും ഏതാണ്, ഇൻസ്പെക്ടർ എക്സാമിനർ പോസ്റ്റും ദെൻ പ്രിവെൻറ്റീവ് ഓഫീസർ, അങ്ങനെ 2 പോസ്റ്റാണ് എയിം ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 പോസ്റ്റിൽ പോകണം, ഒരു യൂണിഫോം പോസ്റ്റിൽ തന്നെ കയറണം എന്നുള്ളത് വലിയൊരു ഡ്രീം ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ ജേണിയുടെ സ്റ്റാർട്ടിങ് വരുന്നത്. രണ്ടാമത്തെ കാര്യം ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ കുറച്ച് ഹാർഡാണെന്ന് അറിയാം. കാരണം ഓൾ ഇന്ത്യ എക്സാമാണ്, നമുക്ക് കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. പിന്നെ ഇതിൻ്റെ ജേണി എത്ര കാലം നീണ്ടു പോകുന്നുള്ളതെന്ന് അറിയത്തില്ല. കാരണം ഇനി എല്ലാവരും പറയുന്നത് വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിമം 2 വർഷമെങ്കിലും, 2 വർഷം കാരണം സിലബസ് കംപ്ലീറ്റ് ചെയ്ത് 2 വർഷമെങ്കിലും ഇതിലോട്ട് നിൽക്കണം, എന്നാലും നമുക്ക് ഈ ട്രാക്ക് വരത്തുള്ളൂ എന്ന് എനിക്ക് പറയും. അപ്പോൾ നമുക്ക് ഇത്ര വർഷം സ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ഇനിഷ്യലി ഡൗട്ടൊക്കെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് തന്നത് എജുബിയിലാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ടീച്ചർമാരുടെ ഓപ്പണായിട്ട് കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ എജുബിയിൽ ടീച്ചർമാരും സാറും ഇൻക്ലൂഡിങ് അനന്തു സാറ് പറയാറുണ്ട്, നമുക്ക് ഈ ഫീൽഡിൽ നിന്ന് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ച് മുന്നേറ്റം ഉണ്ടാവും, പക്ഷേ ട്രാക്ക് മാറി പോകരുത് എന്നുള്ള മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ തരാറുണ്ട്. അപ്പം അതിലാണ് മെയിൻ വരുന്നത്. പിന്നെ അതിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പഠിക്കുന്ന സമയത്ത് കുറേ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് കാരണം ഈ ഡയറക്റ്റ് കോളേജ് കഴിഞ്ഞിട്ട് വരെയാണ്. അപ്പോൾ ഇതും എൻ്റെ ഡിഫറൻ്റ് ആണ്. കാരണം ഇതിൽ കോമ്പറ്റീവ് നമുക്ക് അതുപോലെ ഇപ്പോൾ എനിക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സെക്ഷൻ ടൈമിംഗ് ഒക്കെ ഇപ്പം റീസെൻ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് SSCക്കകത്ത്. ഇപ്പോൾ ഞാൻ എഴുതുന്ന സമയത്ത് സെക്ഷൻ ടൈമിംഗ് ഒന്നും ഇല്ലായിരുന്നു. 1 അവർ നമുക്ക് സെക്ഷൻ ടൈമിംഗ് നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, സെക്ഷൻ ടൈമിംഗ് കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്.
അപ്പോൾ അന്ന് ആ ഇനിഷ്യലി 1 hour തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു പേഴ്സണലി. അപ്പോൾ അത് ഓവർകം ചെയ്യാനും എജുബിയിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ പിന്നെ വീട്ടുകാരായാലും അച്ഛനും അമ്മ എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലി അങ്ങനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഒരു റിസർവ്ഡ് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ താമസിക്കുന്ന. കാരണം ബാലരാമപുരത്ത് ആയാലും അവിടെ ഒരു റിസർവ്ഡ് കമ്മ്യൂണിറ്റിയാണ്. നമ്മളൊരു 3000 ആൾക്കാർ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പോൾ വൺസ് ജോലിക്ക് പോകാണ്ട് വീട്ടിലൊക്കെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവർ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചോദിക്കും നമ്മുടെ അടുത്ത്. എന്തുകൊണ്ട് പോകുന്നില്ല, ഒരു ജോലിക്ക് ഇനിഷ്യലി എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ട് പഠിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതേപോലെ കാര്യങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പം ഈ സാറ്റർഡേ സൺഡേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയും. അപ്പോൾ അങ്ങനെ നമുക്ക് കാര്യങ്ങൾ ഹെൽപ്പൊക്കെ ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് അവർക്കുണ്ട്. ടീച്ചർമാരും അവിടുത്തെ ഫാക്കൽറ്റീസ് അല്ലാതെ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന സെഷൻസ് ഉള്ള അവിടുത്തെ ഫാക്കൽറ്റി, അങ്ങനെയുള്ള ഫാക്കൽറ്റീസ് എല്ലാവരും നമുക്ക് പേഴ്സണലി നമുക്ക് എന്ത് ചെയ്യും, മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ തരാറുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ മൂന്നാമത്തെ കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് പറയാം, ഇത് ഈ പോസ്റ്റിൽ കയറണം, ഇങ്ങനെ ഒരു ജോലിക്ക് ലെവൽ 7 എന്നുള്ള ജോബിന് കയറുന്ന സമയത്ത് നമ്മുടെ ലൈഫ് എൻ്റയർലി എന്ത് ചെയ്യും, ഫുള്ളായിട്ട് മാറും. അത് വൺസ് ഞാനിപ്പോൾ ജോലി ഉള്ളതുകൊണ്ട് എനിക്കറിയാം. നമ്മുടെ സൊസൈറ്റിയോട് നമ്മുടെ റെസ്പെക്റ്റ്, പിന്നെ നമ്മുടെ ആൾക്കാർ നമ്മുടെ സംസാരിക്കുന്ന രീതി എല്ലാം മാറും. ഇനിഷ്യലി നമ്മുടെ സംസാരിച്ച ആൾക്കാർ കുറച്ച് നമ്മുടെ കളിയാക്കിയും കാര്യങ്ങളൊക്കെ നമുക്കും അറിയാം. നമ്മളൊക്കെ ജോലി ഇല്ലാത്ത സമയത്ത് നമ്മുടെ സംസാരിക്കുന്ന ആൾക്കാരും ജോലി കിട്ടിയതിന് ശേഷം നമ്മൾ സംസാരിക്കുന്ന രീതി രണ്ട് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ ലെവൽ 7 എന്നുള്ള ഈ ഓഫീസർ ഗ്രേഡ് എന്നുള്ളത് അത് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ലെവൽ 7 എന്നുള്ള ഒരു പോസ്റ്റ് നല്ലതാണ്. നമുക്ക് ഇനിഷ്യലി നമ്മൾ ഓഫീസർ ഗ്രേഡ് കയറുന്നു. അപ്പോൾ നമുക്ക് താഴെയുള്ള പോസ്റ്റിലുള്ള ആൾക്കാരായാലും മേലുള്ള ആൾക്കാരും നമ്മുടെ പോസ്റ്റിന് എപ്പോഴും ഒരു വാല്യൂ കാണും. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ എനിക്ക് കിട്ടണമെന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അതാണ് ഇതിൽ പറയാനുള്ള മെയിനായിട്ട്. അപ്പോൾ ഇത്രയും ഹാർഡ് വർക്കും എഫേർട്ടും എല്ലാം ഇട്ടിട്ട് ഫൈനലി റാങ്ക് ലിസ്റ്റ് വന്ന് ഓൾ ഇന്ത്യ റാങ്ക് 1 ആണ് എന്ന് അറിയുന്ന ആ ഒരു മൊമെന്റ് ഒന്ന് റിവിസിറ്റ് ചെയ്യാമോ? എങ്ങനെ ഉണ്ടായിരുന്നു അത്? അല്ല, അതെങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ 2024 ഏതാണ്ട് അവസാനം ഈ എക്സാം കഴിഞ്ഞ് ഒരു 3-4 മാസം കൃത്യം പറഞ്ഞ ഏത് മാസം ഓഗസ്റ്റ് മാസം, ജൂലൈ ഓഗസ്റ്റാണ് എക്സാം നടക്കുന്നത് 2024. അപ്പോൾ അത് കഴിഞ്ഞൊരു ഒരു എക്സാം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ മുതലേ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ SSCയുടെ എല്ലാ ദിവസവും SSCയുടെ എന്ത് ചെയ്യും, സൈറ്റ് നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഈ സെലക്ഷൻ പോസ്റ്റിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഇത്ര വേക്കൻസി ഒന്നായതുകൊണ്ട് നമുക്കങ്ങനെ ഇന്ന ഡേറ്റ് റിസൾട്ട് വരുമെന്ന് നേരത്തെ അറിയാനൊന്നും പറ്റില്ല. ആ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് എപ്പം ആവശ്യമുണ്ടോ അപ്പോഴേ ഇത് എടുക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇനിഷ്യലി എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഈ ഒരു വേക്കൻസി ആയിട്ട് കിട്ടുമോ ഇല്ലെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതെനിക്ക് വലിയൊരു ഇതായിരുന്നു. പക്ഷേ വീട്ടിൽ ഭയങ്കര മോട്ടിവേഷനായിരുന്നു. ഉറപ്പായിട്ട് നിനക്ക് കിട്ടും, എക്സാം എഴുതിയിട്ടുണ്ടല്ലോ നീ, അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് CGL പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ എല്ലാ ദിവസവും ഈ എക്സാം കാര്യങ്ങളും നടക്കുന്ന അതുപോലെ റിസൾട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ സൈറ്റിൽ കയറി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് 2025 ഇതിൻ്റെ റിസൾട്ട് എല്ലാ ദിവസവും വരുന്ന തലേന്ന് രാത്രി തന്നെ റിസൾട്ട് ഇനിഷ്യലി പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുന്നേ, അതായത് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ റിസൾട്ട് ഈ സൈറ്റിൽ വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ടാണ് പഠിത്തം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ ഒരു 7-7:30 ആ ടൈമൊക്കെ ആയപ്പം സൈറ്റ് ഓപ്പൺ ചെയ്ത് വരുന്നതിൽ ഫസ്റ്റ് പോസ്റ്റ് റിസൾട്ട് ഓഫ് സീനിയർ ജോഗ്രഫർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ തന്നെ ഇനിഷ്യലി ഭയങ്കര ടെൻഷനായിരുന്നു. നമുക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഇനിഷ്യലി അകത്ത് കയറി നോക്കിയപ്പം എൻ്റെ പേര് മാത്രം റാങ്ക് ലിസ്റ്റിൽ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു എന്നൊക്കെ വിളിച്ചിട്ട് ആണ് നേരെ കിച്ചണിലോട്ട് പോകുന്നു അമ്മയുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്. അമ്മ നല്ല രീതിക്ക് ഹാപ്പിയായി. ദെൻ അച്ഛൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ അച്ഛൻ ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. കാരണം എനിക്ക് ജോലി കിട്ടത്തില്ല എന്നുള്ളത് എനിക്ക് ഒരു ഫൈനലാണ്. കാരണം 3 വർഷമായി പ്രിപ്പറേഷനിലാണ്, ജോലിയൊന്നും ആവുന്നില്ല, എല്ലാം അടുത്തടുത്ത് വന്നിട്ട് പോകുന്നു എന്നുള്ള ഒരിതുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൊമെൻറ്റ് ഒറ്റ പോസ്റ്റ് കിട്ടിയതെന്നുള്ളത്, അത് ലെവൽ 7 കിട്ടിയെന്നുള്ളപ്പോൾ അച്ഛനും ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അപ്പോൾ അപ്പം ഈ അങ്ങനെയോട് തന്നെ എൻ്റെ അച്ഛന് ഇപ്പം നിലവിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മമ്മയെ വിളിച്ച് പറയുന്നു. കാരണം അമ്മമ്മയ്ക്കും ഈ ഏജ് കുറേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ എന്തെങ്കിലുമൊക്കെ ജോലി ആവണമെന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു, അമ്മയുടെ ഫാമിലിയിലൊക്കെ. അപ്പോൾ അവരെ വിളിച്ച് പറയുന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയും വിളിച്ച് പറയുന്നു. അപ്പോൾ ജീവിതത്തിൽ എങ്ങനെ പറയുക, ഒരു ഏറ്റവും സന്തോഷമായ ഒരു നിമിഷമായിരുന്നു അന്ന് ആ റിസൾട്ട് വന്ന ദിവസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലൈഫിലെ വൺ ഓഫ് ദി ഫൈനസ്റ്റ് മൊമെന്റ്സ് തന്നെയായിരുന്നു ആ ഒരു ഓൾ ഇന്ത്യ റാങ്ക് 1 ആണ് എന്ന് അറിഞ്ഞത്. അപ്പോൾ ഈ SSC പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസ് നമ്മൾ കറക്റ്റ് സ്ട്രാറ്റജിയോട് കൂടി പഠിച്ചില്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു ചലഞ്ച് നേരിടേണ്ടി വരും, ടൈം മാനേജ്മെന്റ് പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ സെൽഫ് സ്റ്റഡിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഒരു പ്രോപ്പർ കോച്ചിങ് കിട്ടിയാലേ നമുക്കത് മനസ്സിലാക്കിയെടുക്കാനും പഠിക്കാനും സാധിക്കുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് എജുബി ചൂസ് ചെയ്തത് ഈ ഒരു ജേർണിക്ക് വേണ്ടിയിട്ട്? ഇപ്പോൾ മെയിനായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആൾറെഡി പറഞ്ഞു, ഇതിപ്പോൾ ഈ സാറ്റർഡേ സൺഡേ ആണ് ഇവിടെ ഓഫ്ലൈനിൽ
പോയി അവിടെ പോയി ഒന്ന് പഠിക്കണം. കാരണം ബാലരാമപുരം ടു നെയ്റ്റ് വരെ വലിയ ഡിസ്റ്റൻസ് ഇല്ല. അപ്പോൾ ഇവിടുത്തെ ഓഫ്ലൈൻ സെൻറ്റർ ഉള്ളതുകൊണ്ട് ഒന്ന് ഡൗട്ട് ക്ലിയറൻസ് കാര്യത്തിന് വേണ്ടി സാറ്റർഡേ സൺഡേ ഞാൻ ഇവിടെ പോകാറുണ്ട്. ബാക്കി മൺഡേ ടു ഫ്രൈഡേ വീട്ടിൽ നിന്നൊക്കെ പ്രിപ്പയർ ചെയ്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത് സാറ്റർഡേ സൺഡേ അവിടെ പോയിരുന്നിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇതൊക്കെ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പോകുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു ചാപ്റ്റർ, ഇപ്പോൾ എക്സാമ്പിൾ പെർസെൻറ്റേജ് എന്നുള്ള അതാണ് ബേസ് ചാപ്റ്റർ, പെർസെൻറ്റേജ്, റേഷ്യോ, ആവറേജ്, ഇതൊക്കെയാണ് ബേസ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മാത്സ് ഞാൻ വീക്ക് ആയതുകൊണ്ട് അവിടെ പോകുന്ന സമയത്ത് ഇത് ഡൗട്ടുള്ളത് എന്ത് ചെയ്യും, അവിടുത്തെ ഇപ്പോൾ ഗോകുൽ എന്നൊരു സാറ് നമുക്ക് നല്ല രീതിക്ക് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മാത്സ് നല്ല രീതിക്ക് എനിക്ക് ഗോകുൽ സാറ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട്സ് വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഗോകുൽ സാറിന് പോയതുകൊണ്ട് തന്നെ സാർ എനിക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ വേറെയും കുറേ പിള്ളേരൊക്കെ അവിടെ നിന്ന് പഠിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരുമായിട്ട് അങ്ങനെ വലിയ കമ്പനിയൊന്നുമില്ല, കാരണം ആൾറെഡി അവർ നേരത്തെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേരാണ്. നമുക്ക് അവർ മാർക്ക് നോക്കുമ്പോൾ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനിഷ്യലി പഠിക്കുന്ന സമയത്തും ഈ ഗോകുൽ സാറ് നമുക്ക് നല്ല രീതിക്ക് മാത്സ് എന്ത് ചെയ്യാറുണ്ട്, പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ മാത്സ് മാത്രമല്ല റീസണിങ് ഇതിൽ ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം റീസണിങ്ങിൻ്റെ ടൈം നമുക്ക് മാക്സിമം കുറച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മാത്സിന് എനിക്ക് കുറച്ച് സമയം കൂട്ടി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടെക്നിക്ക് പറഞ്ഞു തന്നത് ഗോകുൽ സാറാണ്. കാരണം ഈ ടൈം, കാരണം ഇപ്പോഴാണ് ഞാൻ ആൾറെഡി പറഞ്ഞ സെക്ഷൻ ടൈം കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോഴാണ്. അപ്പോൾ നേരത്തെ നമുക്ക് 1 ഹവറിന് നമുക്ക് ടൈം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മാക്സിമം ഒരു 25 മുതൽ 28 മിനിറ്റ് വരെ എന്തിനും കൊടുക്കും, മാത്സിന് കൊടുക്കും. അപ്പോൾ റീസണിങ് ഞാൻ ഇനിഷ്യലി ഒരു 18 മിനിറ്റൊക്കെ വരുമായിരുന്നു. അത് സ്പീഡ് ചെയ്ത് കൂട്ടി ഞാൻ എന്ത് ചെയ്തു, ഒരു 10 മിനിറ്റിൽ ഞാൻ റീസണിങ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ കുറയ്ക്കുന്ന സമയം ഞാൻ എവിടെയാണ് കൊടുക്കുന്നത്, മാത്സിന് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ടെക്നിക്ക് നമുക്ക് ഇനിഷ്യലി മോക്ക് ടെസ്റ്റിൽ പറഞ്ഞു തന്നത് ഗോകുൽ സാറായിരുന്നു. കാരണം ഞാനും നല്ല വല്ലാത്തൊരു മോക്ക് ടെസ്റ്റ് എടുക്കും, മാർക്ക് കുറയുമ്പോൾ നല്ല സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, സമയമുണ്ടായിരുന്നു. അപ്പോൾ ഈ സാറ്റർഡേ സൺഡേ അവിടെ പോയിരുന്നിട്ട് ഈ ക്വസ്റ്റ്യൻസൊക്കെ കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഗോകുൽ സാറാണ് പറയുന്നത്, ഇങ്ങനെ ഒരു സ്ട്രാറ്റജി നീ ഫോളോ ചെയ്ത് നോക്ക്, നിനക്കത് വർക്കൗട്ട് ആവും എന്നുള്ള രീതിക്ക് പറയുന്നത് ഗോകുൽ സാറാണ്. അപ്പം അങ്ങനെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തതിന് ശേഷം മാർക്ക് പതിയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആയി. പിന്നെ മെയിനായിട്ട് ശ്രീരാഗ് സാറിൻ്റെ ഹിസ്റ്ററി ജോഗ്രഫിയൊക്കെ സാറ് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസൊക്കെ ഇതിലും മെയിനായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ എജുബിയിൽ നമുക്കിപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ 2022 ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന വർഷമായിരുന്നു SSCയിൽ, CGL. അപ്പോൾ അന്ന് ഇഷ്ടംപോലെ ഷിഫ്റ്റുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ക്വസ്റ്റ്യൻസ് മാത്രം പിക്ക് ചെയ്ത് ഒരു മെറ്റീരിയൽ പോലെ ഓരോ ചാപ്റ്റർ വൈസ് എന്ത് ചെയ്തു, എജുബിയിൽ ഇനിഷ്യലി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സാറ്റർഡേ സൺഡേ ഞാൻ പോകുമ്പം ആക്ച്വലി ഓഫ്ലൈനിൽ പോകുന്ന പിള്ളേർക്കാണ് കൂടുതൽ ഈ മെറ്റീരിയൽസ് അവർ കൊടുക്കാറുള്ളത്. ഞാൻ പിന്നെ പ്രിപ്പറേഷൻ കുറച്ച് സ്ട്രഗിൾ ആയതുകൊണ്ട് അവരെന്ത് ചെയ്തു, നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എജുബിയിൽ എന്ത് ചെയ്തു, ഈ ക്വസ്റ്റ്യൻസ് എനിക്ക് ഒന്ന് സാറ് തന്നു. അപ്പോൾ അനന്ത് സാറായിട്ട് ഒന്ന് സംസാരിച്ചു, സാറൊന്ന് ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നല്ല ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞു തരുന്നുണ്ട്, ഗോകുൽ സാറും പറയുന്നുണ്ട്. അല്ലാതെ അവിടെ ട്രെയിനേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന എക്സാമിന് ആൾറെഡി 1-2 വർഷം പ്രിപ്പയർ ചെയ്ത ആൾക്കാരൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ ഉണ്ട്. അവിടെ ഇനിഷ്യലി അവിടെ പഠിച്ച സ്റ്റുഡൻസും അല്ലാതെ റിക്രൂട്ട് ചെയ്ത് വന്ന സ്റ്റുഡൻസുമായിട്ടൊക്കെ അവിടെ ഉണ്ട്. ഒന്ന് അവരുടെ അടുത്തും ഹെൽപ്പൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ അപ്ഡേറ്റഡ് മെറ്റീരിയൽസ് അവർ നമുക്കും കൂടെ ഷോർട്ട് കട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, കുറച്ച് ബുക്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഞാൻ 1-2 ബുക്ക് ആൾറെഡി പർച്ചേസ് ചെയ്തു, മാത്സിന് വേണ്ടി ആയാലും ഇംഗ്ലീഷിന് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബുക്കും കാര്യങ്ങളും അവിടെ വേറെ 1-2 പബ്ലിഷേഴ്സിൻ്റെ ബുക്കുണ്ടായിരുന്നു. അതിൻ്റെ നല്ല ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് പിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാറുണ്ട്. അത് ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കാറുണ്ട്. സെപ്പറേറ്റായിട്ട് ഇതിനൊക്കെ ഞാനൊരു ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബുക്കിലൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കും. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും എടുത്ത് എഴുതണമെന്നൊന്നുമില്ല. നമുക്ക് അതിൽ ടൈം കൺസ്യൂമിങ് ആയ ക്വസ്റ്റ്യൻസും നമുക്ക് ചിലപ്പോൾ മെൻറ്റർ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞിട്ട് അതിന് നമ്മളൊരു ഒരു സ്റ്റെപ്പ് നമ്മൾ എഴുതും. അതായിരിക്കില്ല ചിലപ്പോൾ റിയലായിട്ട് ഷോർട്ട് കട്ടായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ എജുബിയിൽ വരുന്ന 1-2 മെൻറ്റർമാർ പറഞ്ഞു തരുന്ന 1-2 സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള ഷോർട്ട് കട്ടുകൾ. അപ്പോൾ അത് നമുക്ക് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ജേണിയിൽ. അപ്പോൾ പിന്നെ പറയാൻ പോയാൽ പിന്നെ സെൽഫ് സ്റ്റഡി മാത്രമല്ല, ഒരു ഗ്രൂപ്പ് സ്റ്റഡിയും കൂടെ നമുക്ക് ഇതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയായിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ് സ്റ്റഡിയിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ കൂടെ 1-2 പേരും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ജേണിയിൽ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അപ്പം ഈ ചിലപ്പം മെൻറ്റർമാർ പറഞ്ഞു തരുന്ന മെത്തേഡിനേക്കാളും ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ആ മൈൻഡ് സെറ്റ് ചിലപ്പോൾ നമുക്കൊരു സ്റ്റഡി സർക്കിളിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡി സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എജുബി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഐഡിയ ഇനിഷ്യലി കിട്ടിയതെല്ലാം ഇവിടെ നിന്നായിരുന്നു. കാരണം അത് ആ ബേസ് ആണല്ലോ മെയിൻ. ആ ബേസിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ബേസ് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് നല്ല രീതിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എജുബി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്, എസ്പെഷ്യലി കമ്മിങ് ടു മാരേജ്? ഇത് ക്വസ്റ്റ്യൻ നല്ലൊരു ചോദ്യമാണ്. അത് നാട്ടുകാരെല്ലാവരും ഇപ്പം നിലവിൽ എൻ്റെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതിൻ്റെ ഒരു ആൻസറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനിഷ്യലി ജോലി കിട്ടിയില്ലേ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ അത് അടുത്ത മാറി എന്തായി, ഇപ്പോൾ അടുത്ത മാരേജിൻ്റെ കാര്യമാണ് ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത്. അത് അടുത്ത ഓപ്ഷൻ എല്ലാവരും അത് തന്നെയാണ്. ജോൺസ് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ മാരേജ് ആണ് മെയിൻ. അത് കാരണം നമുക്ക് അടുത്തൊരു ലെവലിലോട്ട് മാറണമെന്നുള്ള അടുത്തതാണ്. അപ്പോൾ പിന്നെ ഇനി ഞാൻ അത് പോയിട്ട് പ്രിപ്പറേഷൻ ചെയ്യാമല്ലോ എന്നുള്ള ഒരു ആലോചന എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇനിയിപ്പോൾ ലെവൽ 7 കിട്ടിയ, പക്ഷേ എന്നാലും ഞാൻ ഇനിഷ്യലി പറഞ്ഞ പോലെ
ഈ കസ്റ്റംസിൽ ജോലി കിട്ടണമെന്നായിരുന്നു എൻ്റെ എയിം. അപ്പോൾ ഒന്ന് അതിലോട്ട് മാറിയാലോ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ഞാനത് ജോലി കിട്ടിയിട്ട് കാരണം ഈ മെഡിക്കൽ ഇത് കഴിഞ്ഞിട്ട് ഫോർജീസ് വെരിഫിക്കേഷൻ കാര്യങ്ങൾ, അപ്പോൾ ഒരു ഇനിഷ്യലി 2 മാസം ഗ്യാപ്പ് കിട്ടി ജോബിന് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ, ഫൈനൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതിന് മുന്നേ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അടുത്ത സീജിൽ പ്രിപ്പയർ ചെയ്താൽ കൊള്ളാം എന്നുണ്ട്. കാരണം ഒരു ജോലി ബാക്കപ്പിനായി, അപ്പോൾ നമുക്കൊരു സൈഡിൽ നല്ലൊരു ഇൻകം വരുന്നുണ്ട്. ജോലി നമുക്ക് എവിടെ കിട്ടുന്നതെന്ന് അറിഞ്ഞുകൂടാ, എവിടെ കിട്ടിയാലും പ്രിപ്പറേഷൻ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാരണം ഒരു 3 years ലോങ് ജേണിയാണ്. അപ്പോൾ ഞാനത് ബ്രേക്ക് ആവാണ്ട് കൊണ്ടുവന്നു. അപ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഒന്നുകൂടെ നല്ല രീതിക്ക് ഒരു പോസ്റ്റ് കൂടെ ഒന്ന് ക്ലിയർ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിഷ്യലി ലെവൽ 7 കിട്ടിയതുകൊണ്ട് കാരണം എനിക്കറിയാം ഒരു ആസ്പിരൻ്റെ ബുദ്ധിമുട്ട്, ജോലി കിട്ടാത്തതിൻ്റെ ഒരു ആസ്പിരൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. കാരണം ആ സ്ട്രഗിളൊക്കെ കഴിഞ്ഞാൽ വന്നത്. അപ്പോൾ ജോലി സ്വന്തം, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി, പിന്നെ പഠിച്ചതും കൂടെ ആയതുകൊണ്ട് അടുത്തൊരു ജോലി പോകണമെന്നുള്ള ഒരു പ്ലാൻ ഞാൻ അടുത്ത്, പിന്നെ ഒരു ബാക്കിയുള്ള ആസ്പിരൻസിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ മനസ്സിൽ എനിക്കറിയുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് UPSC പ്രിപ്പറേഷൻ ഞാൻ നല്ല രീതിക്ക് ഒന്ന് ആലോചിച്ചതാണ്. കാരണം ജോഗ്രഫി ഒരു പേപ്പറായിട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ആൾറെഡി നെറ്റ് എക്സാംസും JRF എക്സാംസിനൊക്കെ PhDക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതായതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് ജോഗ്രഫിയുടെ നല്ല നോട്ട് എൻ്റെ കയ്യിൽ ആൾറെഡി ഉണ്ട്. പിന്നെ പേപ്പർ 1 നല്ല രീതിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്ത് പഠിക്കണം എന്നുള്ള രീതിക്ക് ഉണ്ടായിരുന്നു. ഇൻക്ലൂഡിങ് അനന്തു സാറ് പോലും എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം റിസൾട്ട് കിട്ടിയതിന് ശേഷം, സാറിന് അറിയിച്ചതിന് ശേഷം സാറിന് ചോദിച്ചിട്ടുണ്ട് UPSC കൂടെ ഒന്ന് ട്രൈ ചെയ്തോടെ സാറ് ചോദിക്കുന്നുണ്ട്. സാറിന് ഞാൻ ഈ കാര്യങ്ങളാണ് പറഞ്ഞത്, ഒന്ന് ട്രൈ ചെയ്യണം കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 6 attempt അങ്ങനെ എന്തോ ആണ് ഉള്ളത്. പിന്നെ അത് 32 വയസ്സ് വരെ എന്തായാലും എഴുതാനും പറ്റത്തുള്ളൂ. അപ്പോൾ ആൾറെഡി ഇപ്പോൾ എനിക്ക് 28 ഏജ് 28. കാരണം 25-ലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 വർഷം 28 വയസ്സായി. അപ്പോൾ ഞാൻ ഇനിയൊരു 4 വർഷം അതിൽ സ്പെൻഡ് ചെയ്യണോ, അല്ല ഇനി വേറെ എന്തെങ്കിലും പ്ലാൻസ് നോക്കണോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും സ്റ്റിൽ കൺഫ്യൂഷനിലാണ്. വേണമെങ്കിൽ ഇപ്പോൾ UPSCക്ക് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ട്രിവാൻഡ്രത്താണ് ജോലി. എല്ലാവർക്കും ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 9 കിലോമീറ്ററേ ഉള്ളൂ എൻ്റെ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇതേ സെയിം പ്ലാൻ ഞാൻ ഇനിഷ്യലി 2023 എന്താണോ സാറ്റർഡേ സൺഡേ 5 days വർക്ക് ചെയ്തില്ല, വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് സാറ്റർഡേ സൺഡേ ഓഫ്ലൈൻ വന്ന് പഠിച്ചോ, അതുപോലെ സെയിം തിങ്കൾ ടു വെള്ളി ജോലി നോക്കിയിട്ട് സാറ്റർഡേ സൺഡേ എനിക്ക് ഓഫീസ് അവധിയാണ്. വേണമെങ്കിൽ എനിക്കിവിടെ ഒരു ഓഫ്ലൈനിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രിവാൻഡ്രത്ത് തന്നെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി UPSC ജോയിൻ ചെയ്യാം. സ്റ്റിൽ ഇറ്റ്സ് ഇൻ പ്രോസസ്സിങ്. ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിവേ ഒരു 1-2 മാസത്തിനുള്ളിൽ വേണമെങ്കിൽ അത് തീരുമാനമാവും, അങ്ങനെയാണെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ UPSC എന്നുള്ളൊരു എയിമും മനസ്സിലുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ സായിയുടെ ജേണിയും അതുപോലെ തന്നെ സക്സസ്സും എല്ലാം നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. ഇപ്പോഴും SSC എന്നുള്ളൊരു സ്വപ്നം വെച്ച് അത് ട്രൈ ചെയ്യുന്ന ആസ്പിറൻസിൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ആൾറെഡി പറഞ്ഞു എൻ്റെ ഒരു ജേണി 3 വർഷമായിട്ട് നീണ്ടു നിൽക്കുകയാണെന്ന് പറഞ്ഞില്ല. അപ്പം ഇതിൽ ഇപ്പോൾ ഇനി വരുന്ന സ്റ്റുഡൻസിനല്ല, ഇപ്പോൾ ആൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഞാൻ ഫസ്റ്റ് പറയാം. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസാണ് മെയിനായിട്ട് അവർക്കൊരു ഹെൽപ്പായിട്ടുള്ളതിരിക്കാണ് പറയേണ്ടത്. കാരണം ആൾറെഡി 1-2 വർഷം 3 വർഷം 4 വർഷം പ്രിപ്പയർ ചെയ്തിട്ടും കിട്ടാത്ത ആൾക്കാരെ എനിക്കറിയാം. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഈ ഫീൽഡ് വിട്ട് പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ട്രാറ്റജി കറക്റ്റായിട്ട് ഇതിൽ ഫോളോ ചെയ്ത് കൊണ്ടുപോകണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കൺസിസ്റ്റൻസി ഭയങ്കരമായിട്ട് മെയിനാണ്. അതാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ 1 വർഷം പഠിച്ചു, അപ്പോഴായിരിക്കും നമ്മുടെ ബേസൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് എന്താകും, വീട്ടിലെ പ്രഷർ, നാട്ടുകാരെ പ്രഷർ കൊണ്ട് എന്ത് ചെയ്യും, ഈ ഫീൽഡ് വിട്ട് വേറെ ഫീൽഡിലോട്ട് പോകും. തിരിച്ച് അല്ലാന്നുണ്ടെങ്കിൽ വേറെ വലിയൊരു തെറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ അറ്റ് എ ടൈം PSC UPSC അല്ലാണ്ട് SSC റെയിൽവേ എല്ലാത്തിനും കൂടെ, SSC റെയിൽവേ ഓക്കെ, ഒരു SSC പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേയിലോട്ട് കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സിലബസ് കവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ PSC UPSC SSC എല്ലാം കൂടെ ഒന്നിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും. ആ തെറ്റ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ആസ്പിറൻസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ SSCക്ക് ഒരു സിലബസും വേറൊരു ഫ്ലോയിലാണ് പാറ്റേൺ കാര്യങ്ങളൊക്കെ പോകുന്നത്, എക്സാം പാറ്റേണൊക്കെ. PSCക്ക് വേറൊരു സെറ്റ് ഓഫ് സിലബസും കാര്യങ്ങളൊക്കെയാണ്. UPSC എൻ്റയർലി വേറെയാണ്. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഫോക്കസ് ചെയ്യാണ്ട് അതിൽ ഒന്നിൽ ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യുക പോകണം. അപ്പോൾ കൺസിസ്റ്റൻസി അങ്ങനെ ബ്രേക്ക് ആവാണ്ട് കൊണ്ടുപോകണം. ഞാൻ 3 വർഷമായിട്ട് കൺസിസ്റ്റൻസി എന്ത് ചെയ്തു, ബ്രേക്ക് ആവാണ്ട് അങ്ങനെ കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഇതിലൊരു നമുക്ക് അപ്പോൾ എന്ത് നമ്മുടെ ഓരോ ഫീൽഡ്, കാരണം ഇതിൽ ഓരോ വർഷം കോമ്പറ്റീഷൻ കൂടി വരികയാണ്, വാക്കൻസി അതുപോലെ കുറയും കൂടെയാണ്. കാരണം ഈ ഗവൺമെൻറ് എല്ലാം ഡീറ്റെയിലൈസേഷൻ ആയിക്കൊണ്ട്, അതായത് ഡീറ്റെയിൽ പരമായിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് ആൾക്കാരെ ആവശ്യങ്ങൾ തീരെ കുറവാണ്. അപ്പം വാക്കൻസി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം, അപ്പോൾ ഉള്ള വാക്കൻസി എന്ത് ചെയ്യണം, മാക്സിമം നമ്മൾ ഔട്ട്പുട്ട് അതിൽ നിന്ന് എടുക്കാൻ നോക്കണം. അപ്പോൾ നമ്മൾ ഇനിഷ്യലി ചെയ്ത തെറ്റുകൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും അടുത്ത എക്സാം വരുമ്പം തെറ്റ് വരാൻ പാടില്ല. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. മാക്സിമം ഈ ഫോണിൽ നമ്മൾ ഈ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ കുറേ പേര് കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സുണ്ട്. അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സും കാണും, എൻ്റയർലി അതിന് ഓപ്പോസിറ്റുള്ള ആൾക്കാർ കാണും. നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന എക്കോ സിസ്റ്റം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ അതാണ് ഇതിൽ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. നാലാമത്തെ കാര്യം ഞാൻ പറയേണ്ടത്, എക്സ്റ്റേണലി ആൾക്കാർ കുറേ പറയും ഈ ജോലി, അവരെ മക്കളൊന്നും ജോലിയൊന്നും, അവർക്ക് ചെറിയ എന്തെങ്കിലും ജോലിയായിരിക്കും. അപ്പോൾ അവർ വന്ന് പറയും, മോനെ എൻ്റെ മോനൊക്കെ ഇവിടെ ജോലിക്ക് നോക്കുന്നുണ്ട്, നിങ്ങളെന്തെങ്കിലും ജോലി നോക്കുന്നില്ലേ എന്നൊക്കെ വന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റ്റേണലായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല.
നമ്മൾ ഫോക്കസ് ചെയ്ത് ഒരു എക്സാമിനാണെങ്കിൽ അത് മാത്രം പഠിക്കുക. അപ്പോൾ CGയിൽ വേണ്ടി ഞാൻ ഇപ്പോൾ SSC പഠിക്കുന്ന ഒരാളടുത്ത് പറയുന്നത് CGയിൽ വേണ്ടി നിങ്ങൾ പഠിക്കും, 1-2 വർഷം പഠിക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്താ അപ്പോൾ നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് ഒരു ഐഡിയ വരും നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. പിന്നെ ഞാൻ നോർമലി എല്ലാവരും പറയാനുള്ളത് മാക്സിമം ഒരു 4 വർഷം എന്ത് ചെയ്യുക ഇതിലോട്ട് നോക്കുക. തീരെ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത് മാത്രം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കപ്പിന് ഒരു ഓപ്ഷൻ നോക്കി നോക്കി നല്ലതാണ്. ചിലർ മാക്സിമം 4 വർഷമാണ് ഒരു ജേണി എന്ന് പറയുമ്പോൾ 4 വർഷം, നമുക്ക് അതിലും കിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ജേണി മൊത്തത്തിൽ വിട്ടിട്ട് ഒന്ന് നോക്കുന്ന ഒരു കുഴപ്പമില്ല. പക്ഷേ ഇനിഷ്യലി 1-2 വർഷം പ്രിപ്പയർ ചെയ്തിട്ട് 3-ാമത്തെ വർഷം നമുക്ക് കിട്ടുമായിരിക്കും. ആ സമയം വെച്ച് എന്ത് ചെയ്യരുത്, ഒരിക്കലും ഇത് ബാക്ക് ചെയ്ത് പോകരുത്. അതാണ് മെയിനായിട്ട് ഇപ്പം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് ഞാൻ പറയേണ്ടത്. ഇനി പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ SSC റെയിൽവേ മാത്രം നോക്കാണ്ട് SSC ഫോക്കസ് ചെയ്ത് പഠിക്കുക. ദെൻ റെയിൽവേ വരുന്ന എല്ലാ എക്സാംസ് എന്ത് ചെയ്യണം, ISRO എക്സാം വിളിക്കും, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എക്സാം വിളിക്കാറുണ്ട്, പിന്നെ വിളിക്കാൻ IB എക്സാം വിളിക്കാം. ഞാൻ IBക്കും ഇതേപോലെ എക്സാം ക്ലിയർ ചെയ്ത് ടയർ 2 ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. ടയർ 2ൻ്റെ റിസൾട്ട് വന്നിട്ടില്ല, ടയർ 2ൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ടയർ 2 അതും IBയുടെ എക്സാംസും വിളിക്കും. ഇതുപോലെ വേറെ കുറേ എക്സാംസും ഇതേപോലെ സൈഡ് ബൈ കുറേ എക്സാംസ് വിളിക്കും. സെപ്പറേറ്റ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐക്കർ വിളിക്കും, ഐക്കറിൻ്റെ എക്സാംസ് വരും. അപ്പം ഇത് പിന്നെ മെഡിക്കൽ പരമായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇപ്പം GD തന്നെ ആർമിയുടെ കുറേ എക്സാംസ് വരും. അപ്പോൾ CGയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാംസ് എല്ലാം എഴുതാൻ പറ്റും ഓൾ ഇന്ത്യ ലെവലിൽ. അപ്പം അതുകൊണ്ട് വേറെ എക്സാംസ് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ലെവലിൽ SSC എക്സാംസ് ഒരു ലെവലിൽ മേളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ GK നമുക്കൊരു ടഫ്നെസ് തോന്നും. ആ GK വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, കേരള PSC കൂടെ ഉൾപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യുക, GK ഫോക്കസ് ചെയ്ത് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരള PSC കൂടെ എക്സാം എഴുതാം. കാരണം നാട്ടിൽ വേണമെന്നുള്ള എല്ലാവർക്കും അൾട്ടിമേറ്റ്ലി ഒരു ആഗ്രഹം ഉണ്ടാകുന്നത്. SSC എഴുതുമ്പോൾ ചിലപ്പോൾ തമിഴ്നാട്, കർണാടക, ആന്ധ്ര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജോലിക്ക് പോകേണ്ടി വരും. എന്നാലും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനിഷ്യലി അങ്ങോട്ട് പോയാൽ പിന്നീടൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ഇനിഷ്യലി കിട്ടിയില്ലെങ്കിലും പിന്നീട് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഇങ്ങോട്ട് മാറി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇനി പുതിയതായിട്ട് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ഞാൻ അതാണ് പറയുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു എക്സാം ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, SSC എക്സാം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ലെവൽ എക്സാംസും എഴുതാൻ പറ്റും. Once again, thank you so much, Sai, for joining us, and thank you for making EDUBI family proud. സായിയുടെ ജേർണി ട്രൂലി SSC ആസ്പിറൻസിന് ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലത്തെ UPSC എന്ന് പറഞ്ഞ ഒരു എയിമും ബാക്കി കാര്യങ്ങളെല്ലാം അത് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Once again, thank you so much and all the best.